Hi friends, JENY'S vlogിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന രണ്ട് റെസിപ്പീസ് ആണ്. ഒന്ന് നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച്, ഒന്ന് അവക്കാഡോ വെച്ചൊരു ഷേക്കും ആണ് ചെയ്യുന്നത്. ഇത് രണ്ടും നമുക്ക് ഏത് സമയത്ത് വേണേലും കഴിക്കാൻ പറ്റുന്ന രണ്ട് ഐറ്റംസ് ആണിത്. അപ്പോൾ നമുക്ക് ഈവനിങ്ങിലോ അല്ലെങ്കിൽ ലഞ്ച് ആയിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറക്കല്ലോ, ഓളം ഓപ്ഷനും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ബ്രെഡ് സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു 4 സൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു മുട്ട പുഴുങ്ങി അത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. പിന്നെ എടുത്തിരിക്കുന്നത് മണ്ണൈസ് ആണ്. ഞാൻ എഗ്ഗ് ചേർത്ത മണ്ണൈസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെയിം റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്. ഈ വീഡിയോയുടെ കൂടെ ഞാനത് അറ്റാച്ച് ചെയ്തേക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു 3 മുട്ടയാണ്. പിന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. വെജിറ്റബിൾ എടുത്തിരിക്കുന്നത് ഒരു തക്കാളി, അതിൻ്റെ കുരുവെല്ലാം റിമൂവ് ചെയ്തിട്ട് ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ക്യാപ്സിക്കം അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അതിൻ്റെ കുരുവെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം അത് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. സവാള നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരേ സൈസിൽ കട്ട് ചെയ്യാനെക്കൊണ്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് വെജിറ്റബിൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തക്കാളി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. മുട്ട എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിളിന് വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിന് താഴെ കുരുമുളക് പൊടിയുടെ നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മണ്ണൈസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മുട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞു പോകാതെ ചെറുതായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ചിനുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മുട്ട റെഡി ആക്കി എടുക്കാം. അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു പിഞ്ച് കുരുമുളക് പൊടിയുടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അതൊരു പിഞ്ച് മതിയായിരിക്കും. നമ്മൾ ആവശ്യത്തിന് ഇതിലെല്ലാം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ട ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയിൽ മുക്കി ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കത്തിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഒരെണ്ണമേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ടോസ്റ്റ് ആയിട്ടാണ് ഒരു സൈഡ്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് എടുത്തു മാറ്റാം. ഇതേപോലെ ബാക്കിയിരിക്കുന്ന ബ്രെഡ് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ഇവിടെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാ ഭാഗത്തേക്കും ഈ ബ്രെഡിൻ്റെ തേച്ച് ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ് ചേർത്ത് കൊടുക്കാം.
അതിനുശേഷം നമുക്ക് ഒരു ബ്രെഡ് എടുത്ത് ഇതിന് മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ഇരിക്കുന്നതോടെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ സാൻഡ്വിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാൻഡ്വിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ അവക്കാഡോ ഷേക്ക് അടിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വലിപ്പമുള്ള ഒരു അവക്കാഡോ ഞാൻ എടുത്തിട്ടുണ്ട്, കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്, കുറച്ച് കാഷ്യൂനട്ട്സ്, പിന്നെ 1/2 ലിറ്റർ പാല് തിളപ്പിച്ച് ഞാൻ ഇത് തണുപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഷുഗർ ചേർക്കുന്നില്ല, മൊത്തം നമ്മൾ ചേർക്കുന്നത് മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. അപ്പോൾ ഇനി ഈ അവക്കാഡോ കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്യട്ടെ. അപ്പോൾ ഇതിനുള്ളിലെ ആ സീഡ് നമുക്ക് മാറ്റിയെടുക്കാം. അതിനുശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കിതിൽ എടുക്കാവുന്നതാണ്. അപ്പം നമ്മളിത് എടുത്തിട്ടുണ്ട് സ്പൂൺ വെച്ച്. അപ്പോൾ ഇത് വലിയ കഷ്ണമായ കാരണം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തേത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് പാൽ ഒഴിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കാം. കാരണം ഇത് പൊടിഞ്ഞ് കിട്ടാനെ കൊണ്ട് കുറച്ച് പാടായിരിക്കും പാലൊഴിച്ച് കഴിഞ്ഞാൽ. അതിനു മുമ്പ് ആദ്യം നമുക്കൊന്ന് അടിച്ചെടുക്കാം. അതൊന്ന് കറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഈ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. നമുക്ക് മധുരത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇതിനകത്ത് ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതിനുശേഷം പാലൂടെ ചേർത്ത് കൊടുക്കാം. ഐസ് ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് ഷേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് നട്ട്സ് പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അവക്കാഡോ ഷേക്ക് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ചും ഷേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഈവനിങ്ങിലോ എപ്പോൾ വേണേലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഐറ്റംസാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറക്കല്ല, ഓൾ എന്ന ഓപ്ഷനും. അപ്പോൾ വേറൊരു വീഡിയോയുമായി കാണും വരെ ബൈ.